ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ എക്സാമാണ്. അതായത് 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 9 ചോദ്യങ്ങൾ ഫയറിൽ നിന്നും, 9 ചോദ്യങ്ങൾ ഫസ്റ്റ് എയ്ഡിൽ നിന്നും, 2 ചോദ്യങ്ങൾ IT ആക്ടിൽ നിന്നും, അങ്ങനെ ടോട്ടൽ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ 20ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചത് വിലയിരുത്താൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലുണ്ടാകുന്ന തീപിടുത്തം കെടുത്താൻ ഏറ്റവും അനുയോജ്യമായ അഗ്നിശമന ഉപാധി ഏതാണ്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ജലമാണല്ലേ. ജലം ഏത് മെത്തേഡിലൂടെയാണ് തീപിടുത്തം കെടുത്തുന്നത്? കൂളിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലൂടെയാണ് തീപിടുത്തം കെടുത്തുന്നത്. അതുപോലെ തന്നെ തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് ഇത് ഏത് ക്ലാസ് ഫയറിന് ഉദാഹരണമാണ്? ക്ലാസ് എ ഫയറിന് ഉദാഹരണമാണ് തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക്. ഓക്കെ അല്ലേ? പിന്നെ ജലം എവിടെ ഉപയോഗിക്കാൻ പാടില്ല? വൈദ്യുതി ഉപകരണങ്ങളുടെ തീപിടുത്തങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല ജലം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറിനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ: കത്തുന്ന വസ്തുവുമായി പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവം CO2ക്ക് ഇല്ല. രണ്ടാമത്തത്: ഇതിൻ്റെ പ്രയോഗം മൂലം അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നു. ആൾ അകപ്പെട്ടിട്ടുള്ള അടച്ച സ്ഥലങ്ങളിലും സുരക്ഷിതമായി ഉപയോഗിക്കാം. ഏതാണ് തെറ്റായ പ്രസ്താവന? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ തെറ്റായത്. ആൾ അകപ്പെട്ടിട്ടുള്ള അടച്ച സ്ഥലങ്ങളിലും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. തെറ്റല്ലേ? ഉപയോഗിക്കാൻ പാടില്ലല്ലോ. CO2 ശ്വസിച്ചാൽ എന്താണ്? മരിക്കാൻ വരെ കാരണമാവൂലേ. അപ്പോൾ ഡി ആണ് തെറ്റായത്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇതിൻ്റെ പ്രയോഗം മൂലം അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. CO2 എക്സ്റ്റിങ്ക്യൂഷറിൽ എന്താണ്? അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഡിസ്ചാർജ് ഹോൺ കാണപ്പെടുന്നത് ഏതിലാണ്? CO2 എക്സ്റ്റിങ്ക്യൂഷറിലാണ് ഡിസ്ചാർജ് ഹോൺ കാണപ്പെടുന്നത്. ഡിസ്ചാർജ് ഹോൺ കാണപ്പെടുന്നത് CO2 എക്സ്റ്റിങ്ക്യൂഷറിലാണ്. ഡിസ്ചാർജ് ഹോൺ കാണപ്പെടുന്നത് CO2 എക്സ്റ്റിങ്ക്യൂഷറിലാണ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം: സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ദ്രാവകം ഖരമായി മാറുന്ന താപനിലയെ എന്തു പറയുന്നു? സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ദ്രാവകം ഖരമായി മാറുന്ന താപനിലയെ എന്തു പറയുന്നു? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ ഖരണാങ്കം. ഖരം ദ്രാവകമാറുന്നത് എന്താണ്? ഖരം ദ്രാവകമാകുന്നത് ദ്രവണാങ്കം ആണ്. ഖരം ദ്രാവകമാകുന്നത് ദ്രവണാങ്കവും ദ്രാവകം ഖരമാകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഖരണാങ്കം. ദ്രാവകം വാതകമാകുന്നത് ഏതാണ്? തിളനില. അതുപോലെ തന്നെ ഖരം വാതകമാകുന്നത് ഏതാണ്? ഉത്പതനം. ഓക്കെ അല്ലേ? ഇത്ര സെറ്റല്ലേ? ഖരം ദ്രാവകമാകുന്നത് ദ്രവണാങ്കം, ദ്രാവകം ഖരമാകുന്നത് ഖരണാങ്കം, ദ്രാവകം വാതകമാകുന്നത് തിളനില, ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രോസസ്സാണ് ഉത്പതനം. നാലാമത്തെ ചോദ്യം നോക്കാം. ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേര് എന്ത്? ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേര് എന്ത്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ജ്വലന ഊഷ്മാവ് എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പന്നത്തിന് ഉദാഹരണം ആകാവുന്ന വസ്തു ഏത്? താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പന്നത്തിന് ഉദാഹരണമാകാവുന്ന വസ്തു ഏത്? എന്താണ് ഉത്പാദനം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രോസസ്സാണ്. ഓക്കെ അല്ലേ? ഇതിനുള്ള ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരമാണ് ഉത്പാദനത്തിനുള്ള ശരിയായ ഒരു ഉദാഹരണം. അതുപോലെ തന്നെ മറ്റു ഉദാഹരണങ്ങളാണ് അയഡിൻ.
അയഡിൻ നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഡ്രൈ ഐസും ഉദാഹരണമാണ്. ആറാമത്തെ ചോദ്യം, LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാണ്? ഓപ്ഷൻ ബി 2% ആണ് ശരിയായത്. LPGയിലെ മെയിൻ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രൊപ്പൈനും അതുപോലെ തന്നെ ബ്യൂട്ടൈനുമാണ് അല്ലേ? ബ്യൂട്ടൈനുമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് പറഞ്ഞു LE എത്രയാണ്? 2%. എന്നാൽ അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാണ്? 9.5%. മറക്കരുത്. ആറാമത്തെ ചോദ്യം കഴിഞ്ഞു അല്ലേ? ഏഴാമത്തെ ചോദ്യം, ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യത്തിലല്ലേ പറഞ്ഞേ? അല്ല, രണ്ടാമത്തെ ചോദ്യത്തിലാണല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഇത്. കണക്ട് ചെയ്തുള്ള ചോദ്യമായിരുന്നു. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. CO2 എക്സ്റ്റിങ്ക്യൂഷറാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറാണ്. ഓക്കെ അല്ലേ? CO2 എന്തുണ്ടായിരിക്കില്ല? അവശിഷ്ടം ഉണ്ടായിരിക്കില്ല, ഓർക്കണം. എട്ടാമത്തെ ചോദ്യം, ജ്വലനം സംഭവിക്കുന്നതിന് ആവശ്യമായ 3 പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഫയർ ട്രയാങ്കിളാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലേ? ഇവിടെ എന്ത് വരും? ഫ്യൂവൽ വരും, ഓക്സിജൻ വരും, ഹീറ്റ് വരും. ഏതൊക്കെയാണ്? ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഇന്ധനം, O2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ഹീറ്റ് എന്ന് പറയുമ്പോൾ താപം. ഏതാണ് അപ്പോൾ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? ഇന്ധനം, ഓക്സിജൻ, താപം. ഒമ്പതാമത്തെ ചോദ്യം, LPG, ഹൈഡ്രജൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി, ക്ലാസ് സിയിലാണ് ഏത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? LPG, ഹൈഡ്രജൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങൾ ഉൾപ്പെടുത്തിയത്. നമുക്ക് ക്ലാസ്സൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കിപ്പോയാലോ? ക്ലാസ് എ ഏതാണ്? വുഡ്, അതുപോലെ തന്നെ പേപ്പർ അല്ലേ? വുഡും പേപ്പറാണ് ക്ലാസ് എ വരുന്നത്. ക്ലാസ് ബി എന്താണ്? ക്ലാസ് ബി പെട്രോളും അതുപോലെ തന്നെ ഡീസൽ ഇന്ധന സ്വഭാവമുള്ള ദ്രാവകങ്ങളാണ് വരുന്നത്. സി ഇപ്പം നമ്മൾ പറഞ്ഞു LPG, ഹൈഡ്രജൻ, ബ്യൂട്ടൈൻ, അതായത് എന്താണ്? ഇന്ധന സ്വഭാവമുള്ള വാതകങ്ങളാണ് വരിക LPG. ഡിയിൽ എന്താണ് വരുന്നത്? ഡി എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്, ഇന്ധന സ്വഭാവമുള്ള ലോഹങ്ങൾ. എക്സാമ്പിൾ എന്താണ്? സോഡിയം എക്സാമ്പിളാണ്. അടുത്തത് ഇ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഇ. ക്ലാസ് എഫ് ഏതാണ്? ഫാറ്റ്, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലുണ്ടാകുന്നതാണ് എഫ്. സെറ്റല്ലേ? പത്താമത്തെ ചോദ്യം നോക്കാം. ശ്വാസനാളത്തിലേക്ക് അന്യപദാർത്ഥം കയറി വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥയെ എന്തെന്ന് വിളിക്കുന്നു? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി, ചോക്കിംഗ് ആണ് ശരിയായ ഉത്തരം. 11ാമത്തെ ചോദ്യം, 3-ാം ഡിഗ്രി പൊള്ളലിന് ആവശ്യമായത് ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ? അടിയന്തര വൈദ്യസഹായമാണ് വേണ്ടത്. വീട്ടിൽ ചികിത്സ പാടുണ്ടോ? ഇല്ല. തണുത്ത വെള്ളം പുരട്ടുക പാടുണ്ടോ? ഇല്ല. അണുവിമുക്ത ക്രീം മാത്രം പോരാ. കാരണം എന്താണ്? 3-ാം ഡിഗ്രി എന്താണ്? ഏറ്റവും ഡേഞ്ചർ ആയത് അല്ലേ? ഫസ്റ്റ് ഡിഗ്രി എന്താണ് നമ്മൾ പറയാറ്? ഫസ്റ്റ് ഡിഗ്രി ഏറ്റവും പുറമേയുള്ള പാളി, അതായത് നമ്മുടെ സ്കിന്നിന് 3 പാളികളാണ് ഉള്ളത്. നമ്മുടെ സ്കിന്നിന് 3 പാളികളുണ്ട്. ഇത് ഫസ്റ്റ് പാളി, ഇത് സെക്കൻഡ് പാളി, ഇത് തേർഡ് പാളി. ഈ പാളിയെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനാണ് എപ്പിഡെർമിസ് എന്ന് വിളിക്കും. ഇതിന് ഡെർമിസ് എന്ന് വിളിക്കും. ഇതിന് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കും. ഇതിൽ ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ പാളിക്ക് മാത്രമാണ് പൊള്ളലേൽക്കുക. ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ പാളിക്ക് മാത്രമാണ് പൊള്ളലേൽക്കുക. ഇവിടെ എന്താ ഉണ്ടാവുക? ചുവപ്പ് നിറം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നേരിയ വേദനയും ഉണ്ടായിരിക്കും. എന്നാൽ പൊള്ളലേൽക്കുമ്പോൾ ഡെർമിസ് എന്ന് പറഞ്ഞാൽ 2ാമത്തെ പാളിയിലേക്കും കൂടി പൊള്ളൽ വന്നാൽ അതിനെ സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കും. സെക്കൻഡ് ഡിഗ്രി ബേൺ എന്ന് പറയും. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ചുവന്ന കുമിളകൾ ഉണ്ടാകും, അതുപോലെ തന്നെ കഠിനമായ വേദനയും അനുഭവപ്പെടും. അതുപോലെ തന്നെ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ പാളിയിലേക്ക് പൊള്ളലേൽക്കുകയാണെങ്കിൽ അതിനെ തേർഡ് ഡിഗ്രി ബേൺ എന്ന് വിളിക്കും. അതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത്. കാരണം എന്താണ്? ഇതിലെ പേശികൾ എന്നിവയ്ക്കൊക്കെ കേടുപാട് സംഭവിക്കും ഈ പൊള്ളലിൽ. അതുപോലെ തന്നെ ചർമ്മം കരിഞ്ഞ നിലയിലോ വെളുത്ത നിലയിലോ ഒക്കെ കാണപ്പെടാം. പിന്നെ ഇത് നാഡീകോശങ്ങളിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് ഇതിന് വേദന അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെ
ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും. അടിയന്തര വൈദ്യസഹായം പെട്ടെന്ന് കിട്ടണമെന്നാണ് 3ാം ഡിഗ്രിക്കുള്ള പ്രത്യേകത. 12ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള സന്ധി ഏതാണ്? ഏറ്റവും കൂടുതൽ ചലനശേഷിയുള്ള സന്ധി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഗോളര സന്ധിയാണ് അല്ലേ. ഗോളര സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തോളിലെ സന്ധി ഗോളര സന്ധിക്ക് ഉദാഹരണമാണ്. 360 ഡിഗ്രിയിൽ കറക്കാൻ പറ്റും. അതായത് ഇവ എല്ലാ ദിശകളിലേക്കും ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് ഗോളര സന്ധി. വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന വാതിലുള്ള വിജാഗിരി പോലെ തന്നെ ഒരു ദിശയിലേക്ക് മാത്രമാണ് ചലനം സാധ്യമാക്കുക. അതുപോലെ തന്നെ എക്സാമ്പിൾ കാൽമുട്ടിലെ സന്ധി, കാൽമുട്ട്, അതുപോലെ തന്നെ കൈമുട്ടിലൊക്കെയുള്ള ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. 13ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം. ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്ര അസ്ഥികളുണ്ടായിരിക്കും? 300 ഉണ്ടായിരിക്കും അല്ലേ. അത് വളരുന്നതനുസരിച്ച് യോജിച്ച് 206 മാറും. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് ഫീമറാണ് അല്ലേ. ഫീമറാണ്. തുടയല്ല് എന്ന് വിളിക്കും. ഫീമർ അല്ലെങ്കിൽ തുടയല്ല്. ഏറ്റവും ചെറുത് ഏതാണ്? സ്റ്റേപ്പീസ്. ചെവിയിലാണ് കാണപ്പെടുന്നത്. ചെവിയിലാണ് സ്റ്റേപ്പീസ് കാണുക. പിന്നെ ഏറ്റവും ബലമുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ അസ്ഥി ഏതാണ്? കീഴ്ത്താടിയല്ല്. കീഴ്ത്താടിയല്ലാണ് ഏറ്റവും ശക്തമായ അസ്ഥി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ 206 അസ്ഥികളെ എങ്ങനെയായിട്ട് രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്ഷീയ അസ്ഥി എന്ന് പറയും, ഒന്ന് അക്ഷീയ അസ്ഥിയും ഒന്ന് അനുബന്ധ അസ്ഥിയും എന്ന് പറയും. അക്ഷീയ അസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം. അക്ഷീയ അസ്ഥികൂടം എത്ര എണ്ണമുള്ളത്? 80 എണ്ണം. അനുബന്ധ അസ്ഥികൂടം എത്ര ഉണ്ട്? 126 എണ്ണം. അങ്ങനെ ടോട്ടൽ 206 അസ്ഥികളാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക. അത് കുട്ടി ജനിക്കുന്ന സമയത്ത് 300 ആയിരിക്കും. അത് പിന്നീട് 206 വരും. ഓക്കെ അല്ലേ. 14ാമത്തെ ചോദ്യം. പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നിലത്തുരുളുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേണിൻ്റെ ഫസ്റ്റ് എയ്ഡ് മെയിനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ബേണിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ബേൺ റൂൾ എന്നൊക്കെ പറയും. ബേൺ റൂൾ എന്താണ്? സ്റ്റോപ്പ്, ഡ്രോപ്പ്, റോള്. ഓക്കെ അല്ലേ. ബേൺ റൂൾ എന്നാണ് ഇത് പറയുക. സ്റ്റോപ്പ്, ഡ്രോപ്പ്, റോള്. 15ാമത്തെ ചോദ്യം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത് ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. വിഷമഭംഗമാണല്ലേ. വിഷമഭംഗമാണ്. എന്താണ് ലഘുഭംഗം എന്ന് പറഞ്ഞാൽ? ലഘുഭംഗം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സംഭവിക്കുന്നത്, സിമ്പിൾ ഫ്രാക്ചർ. അസ്ഥി ഒടിയുമെങ്കിലും ചർമ്മത്തിന് പുറത്തേക്കൊന്നും വരില്ല. അസ്ഥി ഒടിയും, പക്ഷേ എന്ത് സംഭവിക്കും? ചർമ്മത്തിന് പുറത്തേക്ക് വരില്ല. പിന്നെ സങ്കീർണ ഭംഗം എന്താണ്? കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് വിളിക്കും. അതെങ്ങനെയാണ് സംഭവം? ഒടിഞ്ഞ അസ്ഥി മാംസപേശികളും ചർമ്മവും ഒക്കെ തുളച്ച് പുറത്തേക്ക് വരും അല്ലേ. പുറത്തേക്ക് വരുന്നതാണ് ഇത്. പിന്നെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ഉണ്ട്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ കാണപ്പെടുന്ന ഒടിവാണ്, ഫ്രാക്ചറാണ് ഏത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഓർത്ത് വെക്കണം കേട്ടോ. കുട്ടികളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഏതാണ്? ജീവൻ രക്ഷിക്കുക. ശരിയാണ്. കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക. ശരിയാണ്. അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിനെ സഹായിക്കുക. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. പിന്നെ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? 3P അല്ലേ. 3P നമ്മൾ പഠിച്ചതാണ്. എന്താണ് 3P? 3 Pകളാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എന്താണ്? പ്രിസർവ് ലൈഫ് എന്ന് പറയുന്നു. രണ്ടാമത്തത് എന്താണ്? പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചുറി, പ്രൊമോട്ട് റിക്കവറി. ഓക്കെ അല്ലേ.
പ്രൊമോട്ട് റിക്കവറി. 17ാമത്തെ ചോദ്യം, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണ്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായത്. വൈറ്റമിൻ കെ ആണ് അല്ലേ? വൈറ്റമിൻ കെ. വൈറ്റമിൻ എ എന്താണ്? നിശാന്തത അല്ലേ? കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈറ്റമിൻ സി സ്കർവി. വൈറ്റമിൻ ഡി കണ, കുട്ടികളിലുണ്ടാകുന്ന കണ, ഇതിനൊക്കെ ഉദാഹരണമാണ്. 18ാമത്തെ ചോദ്യം, ഭക്ഷണപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. മൂന്നും ശരിയാണല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം നോക്കാം. ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥ നടപടി സ്വീകരിക്കാവുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിക്കാവുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? സൈബർ ടാമ്പറിംഗ് ആണ്. സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 65 ആണ്. സെക്ഷൻ 65. IT ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2000-ലാണ്. 2000 IT ആക്ട് 2000-ലാണ് നിലവിൽ വന്നത്. സെക്ഷൻ 65-ലാണ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 66 എന്താണ്? സെക്ഷൻ 66 പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസിനെ കുറിച്ചാണ്. അതിലാണ് ഹാക്കിംഗ് ഒക്കെ ഉൾപ്പെടുന്നത്. ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 66-ലാണ്. 20ാമത്തെ ചോദ്യം, സെക്ഷൻ 67B ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? സെക്ഷൻ 67B ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ചൈൽഡ് പോണോഗ്രഫി. ഓക്കെ അല്ലേ? സെക്ഷൻ 67B ആണ് ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പറയുന്നത്. 67A എന്താണ് പറയുന്നത്? 67A പറയുന്നത് ലൈംഗിക പ്രവൃത്തികൾ അടങ്ങിയ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 67A പറയുന്നത്. 67 എന്താണ് പറയുന്നത്? 67 എന്ന് പറയുന്നത് അശ്ലീല വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് 67 പറയുന്നത്. 67Bനുള്ള ശിക്ഷ എത്രയാണ്? ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യത്തെ കുറ്റത്തിന് 5 വർഷം അല്ലേ? 5 വർഷം പ്ലസ് 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. 20ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിവിഷൻ നോട്ട്, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നോക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു റിവിഷൻ നോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ PSC മാസ്റ്റർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ അത് കയറി നോക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് വായിച്ച് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ അത് കയറി നോക്കിയിട്ട് പഠിക്കണം. അതിൻ്റെ ലിങ്ക്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കാണെങ്കിലും ബാക്കിയുള്ള ടോപ്പിക്കാണെങ്കിലും